ശ്രീനാരായണ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുരുദേവന് പടം പോലും കാണാത്ത ഒരാളെ മലപ്പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ശരിയായില്ല. അത് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. കൊല്ലം SNDP യോഗത്തിൻ്റെ ആസ്ഥാനം, SN ട്രസ്റ്റിൻ്റെ ആസ്ഥാനം, ഇതിലൂടെ ഉള്ള ആ പ്രദേശത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആദ്യർത്ഥാനാണ് കുഞ്ഞാലിക്കുട്ടിയാണ്. LDFൻ്റെ അല്ല UDFൻ്റെ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രൻ എഡിറ്റോറിയൽ എഴുതില്ലേ? അപ്പോൾ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എതിർക്കുകയാണ്. അപ്പോൾ മതേതരവാദികളാണ് അവർ. ഈ മതേതരവാദികൾ എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടിയാണ് അവർ. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത വളർത്തും. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പ്രചരിപ്പിക്കുന്നത് ആരാ? നിങ്ങൾ ആലോചിച്ചോളൂ. അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്ര ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കൾക്ക് അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്. എന്ത് ഇത്രയും 56% ഇല്ലല്ലോ? ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളെ ദൂരം നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കുകയല്ലേ? പിന്നെ നിങ്ങൾ നടത്താമെന്ന് ആലോചിച്ചു. ഇപ്പോൾ ഞാൻ ആരുടെ പേരും പറഞ്ഞില്ല. ഇവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 9 പേര് നോമിനേറ്റ് ചെയ്തു പാർലമെന്റിലേക്ക്. നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 7 പേര് ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുടുംബാടുമായിട്ട് ഇറങ്ങിയാരാണ്? ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്ക് 7 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗങ്ങളും റാവുത്തർ വരെ സംഘടന വരെ ഇറങ്ങിയിരിക്കുകയാണ്. നവോത്ഥാന സംരക്ഷണം, മൂല്യ സംരക്ഷണം ഞാൻ രാജ്യങ്ങൾ ഇതാരും അല്ലല്ലോ എന്നെ കൊണ്ട് എവിടെ ഇരിക്കുന്നത്. പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോകും. അവരെല്ലാം ഞാൻ രാജിവെക്കുന്നു, ഞാൻ രാജിവെക്കുമെന്ന് പറയാൻ ഇവരെല്ലാം എന്നെ അവിടെ കൊണ്ടെത്തിയത്. അപ്പോൾ അതെല്ലാം അവർ ഒന്നായി നിന്നു. കാരണം 5 MLA MP ആരാണ്? ഒറ്റ സമുദായം, 2 ക്രിസ്ത്യാനി, 5 മുസ്ലിം. അവിടെ പോലും മതേതരം പറയുന്ന ഇവർക്ക് ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഈ പിന്നോക്കക്കാരനെ ഒരാളെ പോലും പറയാൻ ഇവർക്ക് ആർക്കും ഈ നിയമപക്ഷത്ത് സാധിച്ചില്ലല്ലോ. ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു. എന്നെ കൊണ്ടുവന്നില്ല അങ്ങനെ ഒരുപാട് നാൾ. ഈ 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ അവരത് പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. മുസ്ലിങ്ങളോട് തന്നെ ചോദിച്ചു, എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ച് എൻ്റെ പേര് എൻ്റെ കേസെടുക്കാൻ ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ടാണ്. ഞാനൊരു സമുദായത്തിന് എതിർത്തില്ല, മുസ്ലിമിനെ ഞാൻ എതിർത്തില്ല, അവരോടൊരു വിദ്വേഷം പറഞ്ഞില്ല. ഒരു വിദ്വേഷം ഒരു സമുദായത്തോടും പറയാതെ മലപ്പുറം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സമുദായത്തിന് സംസ്ഥാനമാക്കി വെച്ചോണ്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അന്ന് ആലോചിച്ചു. അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല. എനിക്കറിയാമോ? അടിമകളാണ് അവിടെ നമ്മൾ. എന്തുകൊണ്ട് നമുക്ക് ഉടമകളാകാൻ സാധിക്കുന്നില്ല? കാരണം നമ്മുടെ തന്നെ കുറവാണെന്ന് ഞാനവിടെ പറഞ്ഞു. മറ്റുള്ളവർ ഒന്നായിരിക്കുന്നു, അവരൊന്നായി നിന്ന് നന്നായി. നമുക്ക് എന്തുകൊണ്ട് ഒന്നായി കൂടാ എന്ന് പറഞ്ഞാൽ വർഗീയതാണത്.